കമ്പയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ മെത്തേഡ്, പഠനത്തിലെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതി. ഈ ലേണിംഗ് പ്രാക്ടീസ് റിച്ചാർഡ് ഫെയ്മാനാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഈ മെത്തേഡിൻ്റെ ലക്ഷ്യം പഠിക്കുന്നതിന് മുമ്പുള്ള അറിവും പഠിച്ചതിന് ശേഷം ഉള്ള അറിവും തമ്മിലുള്ള വ്യത്യാസം കുട്ടിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. കമ്പയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ബിഫോർ ലേണിംഗ്, കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്താണ് അറിയുന്നത്. ആഫ്റ്റർ ലേണിംഗ്, പഠിച്ചതിന് ശേഷം എന്താണ് പുതിയതായി കുട്ടി മനസ്സിലാക്കിയത്. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസണാണ് ഇത്. എന്തുകൊണ്ടിത് പ്രധാനമാണ്? പല കുട്ടികൾക്കും ചാപ്റ്റർ വായിക്കാൻ അറിയാം, ഹോംവർക്ക് ചെയ്യും, പക്ഷെ എന്താണ് പുതിയതായി പഠിച്ചത് എന്ന് അവർക്ക് അറിയില്ല. കമ്പയർ ചെയ്യുമ്പോൾ ലേണിംഗ് പ്രോഗ്രസ് കാണാൻ പറ്റും, കോൺഫിഡൻസ് കൂട്ടും, ക്ലാരിറ്റി വർദ്ധിക്കും. അതിൻ്റെ ബ്രെയിൻ സയൻസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഓൾഡ് നോളജ് റീകാൾ ചെയ്യും, ന്യൂ നോളജ് കണക്ട് ചെയ്യും, ന്യൂറൽ പാത്വേ ശക്തമാകും. ഇത് ലോങ് ടൈം ലേണിംഗ് ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. പേരൻസ് ചെയ്യേണ്ടത് ടോപ്പിക് തുടങ്ങുമ്പോൾ ചോദിക്കുക, ഈ ടോപ്പിക്കിനെ കുറിച്ച് നിനക്ക് എന്താണ് അറിയുന്നത്. ടോപ്പിക് കഴിഞ്ഞാൽ ചോദിക്കുക, ഇപ്പോൾ എന്താണ് പുതിയതായി മനസ്സിലാക്കിയത്. അത് ക്ലാസ് റൂം ആക്ടിവിറ്റി എന്ന നിലയിൽ ടീച്ചർ ബോർഡിൽ 2 കോളം എഴുതാം. ഒന്ന് ബിഫോർ ലേണിംഗ്, അതുപോലെ തന്നെ ആഫ്റ്റർ ലേണിംഗ്. സ്റ്റുഡൻസ് ഇരുവശവും ഇത് എഴുതും. ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ മികച്ച ഒരു മാർഗമാണ്. സിമ്പിൾ ഹോം പ്രാക്ടീസ്, ഒരു ലേണിംഗ് ഗ്രോത്ത് നോട്ട്ബുക്ക് തയ്യാറാക്കുക. ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ബിഫോർ നോളജ് എന്തായിരുന്നു, ആഫ്റ്റർ നോളജ് എന്താണ് എന്ന് കുട്ടിക്ക് മാസങ്ങൾ കഴിഞ്ഞാലും പരിശോധിക്കുന്നതിനും ലേണിംഗ് ഗ്രോത്ത് മനസ്സിലാക്കാനും ഇത് സഹായകരമായിരിക്കും. പഠനം എന്നാൽ പുതിയ വിവരം കേൾക്കുന്നതല്ല. പഠനം എന്നത് കൺഫ്യൂഷനെ ക്ലാരിറ്റിയാക്കി മാറ്റുന്ന പ്രക്രിയ കൂടി ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുന്ന കുട്ടി സ്വന്തം വളർച്ച തിരിച്ചറിയുന്ന ഒരു ലേണറായിരിക്കും.